ഒന്നുകിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇത് രണ്ടിനിടയ്ക്കുള്ള പരിപാടി വേണ്ട. ഉഴപ്പിഴപ്പ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ അത് രാത്രി വീണ്ടും ഉപദേശിച്ച് ബോറാക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാം. ഒന്നാം ചോദ്യം നോക്കാം. കേരളത്തിലെ അറബി മലയാള ഗവേഷണ കേന്ദ്രം എവിടെയെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അറബി മലയാളം ഗവേഷണ കേന്ദ്രം എവിടെ പിള്ളേരെ? ആർക്കും അറിയത്തില്ല? ആ സ്ഥലത്തുള്ള ആൾക്കാർക്കും അറിയത്തില്ല? അവിടെ ഓപ്ഷൻ എ കൊണ്ടോട്ടിയാണ് കേട്ടോ. ഓപ്ഷൻ എ കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി ആരും ഉണ്ടായിരുന്നല്ലോ ഇവിടെ ക്ലാസ്സില്? ആരും ഇല്ലായിരുന്ന? ആരോ ഉണ്ടായിരുന്നു. എൻ്റെ ഒരിക്കൽ സംസാരിച്ചപ്പോഴും കൊണ്ടോട്ടി എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് കയറിയില്ലെന്തോ. ഓക്കെ, ഓപ്ഷൻ എ കൊണ്ടോട്ടിയാണ് കേട്ടോ. അപ്പൊ അറബി മലയാള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കുട്ടികളെ? കൊണ്ടോട്ടിയാണ് കേട്ടോ. കൊണ്ടോട്ടിയാണേ. അടുത്ത് കായിക താരത്തെ തിരിച്ചറിയുക. ഇന്ത്യൻ ആർമിയിൽ മേജർ ജനറൽ ആയിരുന്ന വ്യക്തി. 1924 പാരീസ് ഒളിമ്പിക്സിൽ 110 മീറ്റർ ഹഡിൽസിൽ മത്സരിച്ചു. കണ്ണൂരിലെ പയ്യാമ്പലത്ത് ജനനം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. ഓക്കെ, ഈ ഓപ്ഷൻസ്, ഈ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കായിക താരത്തെ കണ്ടെത്തണം. ആരാണ്? വളരെ കായിക താരം ചെറുവാരി കൊറ്റിയത്ത് ലക്ഷ്മണൻ, അതായത് CK ലക്ഷ്മണൻ. ഓക്കെ, ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി എന്നുള്ള പോയിന്റിൽ നമുക്ക് പിടിക്കാൻ പറ്റും അല്ലേ? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നുള്ള പോയിന്റിൽ നമുക്ക് പിടിക്കാൻ പറ്റും. അല്ലാതെ മറ്റേ നമുക്ക് ആ 1924 പാരീസ് ഒളിമ്പിക്സ് 110 മീറ്റർ ഹാർഡിൽസ് അതൊക്കെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആളുടെ പേര് ചെറുവാരി കൊറ്റിയത് ലക്ഷ്മണൻ, അതായത് CK ലക്ഷ്മണൻ അല്ലെ? CK ലക്ഷ്മണൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത്, കോമ്പാക്ട് ഡിസ്കിന്റെ പരമാവധി സംഭരണ ശേഷി എത്രയാണ്? CD ആണ് ചോദ്യം. CD-യുടെ പരമാവധി സംഭരണ ശേഷിയാണ് ചോദ്യം. എത്രയാണ് വളരെ? ഓപ്ഷൻ ബി 700 മെഗാബൈറ്റ്. 700 MB ആണ്. 700 MB. പണ്ട് നമ്മള് CD ഒക്കെ ഇട്ട് സിനിമ ഒക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങള്? മോസർ ബിയറിന്റെ CD, അതുപോലെ സൈന, ഓർമ്മയുണ്ടോ അതൊക്കെ? എംപയർ, മോസർ ബിയർ, സൈന, എംപയർ, അതൊക്കെ ഒരു കാലം അല്ലേ? ഓക്കെ, നൊസ്റ്റാൾജിയ. അതെ, ശരി. അപ്പൊ വളരെ 700 മെഗാബൈറ്റ്, 700 MB ആണ് എന്ത് വരുന്നത്? CD-യുടെ പരമാവധി സംഭരണ ശേഷി വരുന്നത്. അടുത്ത്, കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോൾ ആ വിവരങ്ങളിൽ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യം ഏതാണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോൾ ആ വിവരങ്ങളിൽ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യം ഏതാണ് ചോദ്യം. അറിയാൻ കമന്റ് ചെയ്തേ. അവിടെ ഓപ്ഷൻ ബി ഡാറ്റ ഡിഡ്ലിംഗ് ആണ്. ഡേറ്റ ഡിഡ്ലിംഗ് ആണ് ആൻസർ. ഓപ്ഷൻ ബി ഡാറ്റ ഡിഡ്ലിംഗ് ആണ് ആൻസർ വരുന്നത്. അത് പഠിച്ചോളുക. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോൾ ആ വിവരങ്ങളിൽ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ്. പഠിപ്പിച്ചായിരുന്നോ? റിവിഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നോ? ഡാറ്റ ഡിഡ്ലിംഗ്. ഓക്കെ, ക്ലിയർ ആണ്. കൊള്ളാം. അടുത്ത്, ആപ്പിളിന്റെ ഉടമസ്ഥതയിലുള്ള വെബ് ബ്രൗസർ ഏതാണ്? ഇത് ഞാൻ പഠിപ്പിച്ചതാ. ആപ്പിളിന്റെ ഉടമസ്ഥതയിലുള്ള വെബ് ബ്രൗസർ ഏതാ? ഓപ്ഷൻ ഡി സഫാരി ആണല്ലേ? സഫാരി. ഓക്കെ, ആപ്പിളിന്റെ ഉടമസ്ഥതയിലുള്ള വെബ് ബ്രൗസർ ഓപ്ഷൻ ഡി സഫാരി ആണ്. സഫാരി. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പ് ഏതാണ്? സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പാണ് ഏത്? ഓപ്ഷൻ സി 66E. 66E. നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്ന എന്റെ സ്വകാര്യത, അത് എന്റെ സ്വകാര്യ അല്ലെങ്കിൽ പ്രൈവസി, അങ്ങനെ ഉണ്ടാ കണക്ഷൻ. എങ്ങനെയാണ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പ്രൈവസി. ഓക്കെ, പ്രൈവസി കുഴപ്പമില്ല. 66E. നമ്മളൊക്കെ പറഞ്ഞ ഇത് എന്റെ സ്വകാര്യത, എന്റെ പ്രൈവസി ആണെന്നൊക്കെ പറയാറുണ്ടല്ലേ? പറയാറുണ്ട്. നമ്മളിങ്ങനെ ഇപ്പം കാമുകന്മാരായിരിക്കും പറയും, എനിക്ക് നിന്റെ അടുത്തൊന്നും മറച്ചു വെക്കാനില്ല, ഞാൻ നിനക്കറിയാത്തതൊന്നും എനിക്കില്ല. കല്യാണം കഴിയുമ്പോൾ പറയും ഇതെന്റെ സ്വകാര്യത, എന്റെ പ്രൈവസി. അങ്ങനെ ഓർത്ത് ചെയ്തത് മതി. അല്ല, ഞാൻ ആരൊക്കെയോ പറഞ്ഞു കേട്ട കാര്യം വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ശരി. അടുത്ത്, വ്യത്യസ്ത പ്രോട്ടോകോളുകളുള്ള നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ. വ്യത്യസ്ത പ്രോട്ടോകോളുകളുള്ള നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ഏതാ വളരെ? ഓപ്ഷൻ എ ഗേറ്റ് വേ ആണല്ലേ? ഓപ്ഷൻ എ ഗേറ്റ് വേ ആണ് ആൻസർ. ഗേറ്റ് വേ ആണ് ആൻസർ. ഗേറ്റ് വേ. അടുത്ത് 48ാമത്തെ ചോദ്യം. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം പട്ടികയിൽ നൽകിയിട്ടുള്ള ആകെ സ്ഥാപനങ്ങളുടെ എണ്ണം.
രണ്ടാം പട്ടികയിൽ നൽകിയിട്ടുള്ള ആകെ സ്ഥാപനങ്ങളുടെ എണ്ണം. വിവരാവകാശ നിയമം എടുക്കണം. എനിക്ക് മനുഷ്യാവകാശം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം ഇതെല്ലാം എടുത്തോണ്ടിരിക്കുന്നേ ഗാർഹിക പീഡനം എടുത്തോണ്ടിരിക്കുന്ന ക്ലാസ്സില്. ഗാർഹിക പീഡനം കഴിഞ്ഞ വിവരാവകാശം എടുക്കാം. ബാക്കി ചെറിയ ആക്ട് ഞാൻ ശാലിയ സാറിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ വിവരാവകാശം എടുക്കാം അടുത്ത്. അപ്പോൾ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി 22. ഇത് പ്രീവിയസ് ആണ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് 2000 വിവരാവകാശ നിയമത്തില് രണ്ടാം പട്ടിക നൽകിയിട്ടുള്ള ആകെ സ്ഥാപനങ്ങളുടെ എണ്ണം 22ആണ്. 22ആണ് ആൻസർ, 22. ഓക്കെ, ശരി. അടുത്ത്, മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെ കുറിച്ച് പഠിക്കുന്നതിനായി ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മിറ്റി നിയോഗിക്കപ്പെട്ട വർഷം ഏതാണ്? സച്ചാർ കമ്മിറ്റി ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഏതാ വർഷം? ആർക്കും അറിയത്തില്ല? ഇത് പോരാട്ടോ, നിങ്ങൾ പോരാ. അതെ, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 2005 മൻമോഹൻ സിംഗ് സർക്കാരാണ് നിയമിച്ചതെന്നൊക്കെ പറഞ്ഞ് സച്ചാർ കമ്മിറ്റി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം സംവരണം, സച്ചാർ കമ്മിറ്റി, മുസ്ലിങ്ങളാണ് നല്ല അച്ചാർ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? മുസ്ലിങ്ങൾ നല്ല അച്ചാർ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് ഇപ്പൊ ഓർമ്മ വന്നു? അച്ചാറിന്റെ കണക്ഷൻ പറഞ്ഞപ്പോഴ്. ഉവ്വ, ഓക്കെ. ഓർത്തിരിക്കുക, 2005 2005 രജീന്ദർ സച്ചാർ കമ്മിറ്റി നിയമിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ്. ഓക്കെ, മറക്കല്ലേ. ശരി, അടുത്ത്, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം. പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, അതായത് ഏതാണ് പിള്ളേരെ? OBC കമ്മീഷൻ 338 ബി ആണല്ലേ OBC കമ്മീഷൻ. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചു. അതായത് നമ്മുടെ ഇന്നലെ നടന്ന പരീക്ഷ ചോദിച്ചു അല്ലേ? ചോദിച്ചതാ. 102 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഓക്കെ, 338, 338A, 338B മൂന്നും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അത്? പിന്നൊക്കെ കമ്മീഷൻ പഠിച്ചല്ലേ? ഓക്കെ. പഠിക്കുന്നതൊക്കെ ചോദിക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്, അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്യണം. ക്ലാസ് നോട്ടൊക്കെ നന്നായി റിവിഷൻ ചെയ്താലേ കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ഡെയിലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മറന്നു പോകാതിരിക്കണമെങ്കിൽ റിവിഷൻ ചെയ്യുക. ഓക്കെ, കേട്ടോ? നന്നായി റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആരായാലും മറന്നു പോകും. 2022 മൃഗസംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി പത്മശ്രീ ലഭിച്ച മലയാളി. ഇത് നമ്മൾ പഠിച്ചത് തന്നെ. 2022 മൃഗസംരക്ഷണ രംഗത്തെ പ്രവർത്തനം മുൻനിർത്തി പത്മശ്രീ ലഭിച്ചത് ശോശമ്മ ഐപ്പിനാണ്. ഓപ്ഷൻ ബി ശോശമ്മ ഐപ്പാണ് അല്ലേ? ശോശമ്മ ഐപ്പിനാണ് പത്മശ്രീ ലഭിച്ചത്. അടുത്ത്, ഏത് രാജ്യത്തിന്റെ പക്കൽ നിന്നുമാണ് ഇന്ത്യ സ്മാഷ് 2000+ എന്ന ആന്റി ഡ്രോൺ സംവിധാനം വാങ്ങുന്നത്? സ്മാഷ് 2000+ എന്ന ആന്റി ഡ്രോൺ സംവിധാനം നമ്മൾ എവിടെ നിന്നാ വാങ്ങുന്നതെന്നാണ് ചോദ്യം. ആരടാ നമുക്ക് തരുന്നേ സ്മാഷ് 2000+ എന്ന ആന്റി ഡ്രോൺ സംവിധാനം? അറിയോ? കറക്കിയും കുത്തുക. ഇസ്രായേലാണ് സ്മാഷ് 2000+ എന്ന ആന്റി ഡ്രോൺ സംവിധാനം ആർക്ക് തരുന്നത്? നമുക്ക് തരുന്നത് ഏതാണ്? ഇസ്രായേലാണ്. ഓപ്ഷൻ ഡി. ഷീ ദ പീപ്പിളിന്റെ പ്രഥമ വിമൻ റൈറ്റേഴ്സ് പ്രൈസ് നേടിയത് ആരാണ്? പ്രഥമ വിമൻ റൈറ്റേഴ്സ് പ്രൈസ് നേടിയത് ആരാണ്? അറിയാൻ ചാൻസ് ഇല്ല. ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. അറിഞ്ഞുടങ്ങി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അറിഞ്ഞുടന്ന് വിട്ടാൽ മതി. ഓക്കെ, അറിഞ്ഞൂടാ. ഓപ്ഷൻ ബി സാറ ജോസഫ് ആണ് കേട്ടോ. സാറ ജോസഫ് നല്ലൊരു ചോദ്യമാണ്. ഷീ ദ പീപ്പിളിന്റെ പ്രഥമ വിമൻ റൈറ്റേഴ്സ് പ്രൈസ് നേടിയത് ആരാണ്? സാറ ജോസഫ് ആണ് കേട്ടോ. സാറ ജോസഫ് ആണ് കേട്ടോ. ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഉപയോഗിച്ച പന്തിന്റെ പേര്. അൽ രഹിലയാണ് അല്ലെ? അൽ രഹിലയാണ് ഖത്തർ വേൾഡ് കപ്പിൽ ഉപയോഗിച്ച പന്തിന്റെ പേര്. അൽ രഹില എന്നാണ്. ഇവിടെ നമ്മൾ ഈ സെമി ഫൈനലിലും ഫൈനലിലും ഉപയോഗിച്ച പന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് സെമി ഫൈനലിലും ഫൈനലിലും ഉപയോഗിച്ച പന്ത്? ഓർമ്മയുണ്ടോ അവിടെ? സ്വപ്നം എന്നർത്ഥം വരുന്ന അൽ ഹിലിം, അൽബൈത്ത് സ്റ്റേഡിയം ആണ്. അൽ ഹിലിം ആണ്.
അൽ ഹിലിം ആണ്. സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ ഉപയോഗിച്ചതാണ് അൽ ഹിലിം. അൽ ഹിലിം. ഓക്കെ, അൽ ഹിലിം. സ്വപ്നം എന്നാണ് വാക്കിന് അർത്ഥം വരുന്നത്. ഓക്കെ. ഈ അൽ രഹില എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അൽ രഹില എന്ന് വെച്ചാൽ യാത്രയാണ് അർത്ഥം വേണ്ടത്. ഭാഗ്യചിഹ്നം ഏതായിരുന്നു ഖത്തർ വേൾഡ് കപ്പിന്റെ? അതിപ്പോ ചോദിച്ചതാ, പ്രീവിയസ് ചോദ്യമാണ്. ഭാഗ്യചിഹ്നം റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ്. ലാ ഈബ്. ലാ ഈബ് ആണ് ഭാഗ്യചിഹ്നം. ഭാഗ്യചിഹ്നം ലാ ഈബ്. ലാ ഈബ് ആണ് ഭാഗ്യചിഹ്നം. ലാ ഈബ്. ഓക്കെ, ലാ ഈബ്. ലാ ഈബ് ആണ് ഭാഗ്യചിഹ്നം കേട്ടോ. 2 പന്തുകൾ അൽ രഹിലയും അൽ ഹിലിമും. സെമി ഫൈനലിലും ഫൈനലിലും ഉപയോഗിച്ചത് അൽ ഹിലിം എന്ന പന്താണ്. ഭാഗ്യചിഹ്നം ഏന്നിട്ടാൽ ലാ ഈബ് ആണ് ഭാഗ്യചിഹ്നം. ലാ ഈബ് ആണ് ഭാഗ്യചിഹ്നം. അടുത്ത്, JC ഡാനിയൽ സ്മാരകം നിലയിൽ വരുന്നത് എവിടെയാണ്? JC ഡാനിയൽ സ്മാരകം നിലയിൽ വരുന്നത് എവിടെയാണ്? വളരെ ഓപ്ഷൻ സി നെയ്യാറ്റിൻകരയിലാണ്. ഓപ്ഷൻ സി നെയ്യാറ്റിൻകരയിലാണ് JC ഡാനിയൽ സ്മാരകം എന്ത് ചെയ്യുന്നത്? നിലയിൽ വരുന്നത് കേട്ടോ. ഓക്കെ. അടുത്ത്, ആർത്തവ സമയത്ത് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ശമ്പളത്തോടെ അവധി നൽകുവാൻ തീരുമാനിച്ച ആദ്യ രാജ്യം ഏതാണ്? ആർത്തവ അവധി നൽകാൻ തീരുമാനിച്ച ആദ്യ രാജ്യം. വളരെ ഓപ്ഷൻ ബി സ്പെയിൻ ആണ്. പഠിക്കുക, ഈ ചോദ്യം നല്ല ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. സ്പെയിൻ ആണ് കേട്ടോ. ആർത്തവ അവധി നൽകാൻ തീരുമാനിച്ച ആദ്യ രാജ്യം സ്പെയിൻ ആണ്. അപ്പൊ ഇതുപോലൊരു ചോദ്യം നമ്മൾക്കുണ്ട്. നമ്മുടെ ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ സർവകലാശാല ഏതാണ്? പിള്ളേരെ ആർത്തവ അവധി പ്രഖ്യാപിച്ചത് കുസാറ്റ് ആണ് അല്ലേ? കുസാറ്റ് ആണ് ആർത്തവ അവധി പ്രഖ്യാപിച്ചത്. കുസാറ്റ് ആണ്. കുസാറ്റ് ആണ്. ഈ രക്തദാനത്തിന് അവധി പ്രഖ്യാപിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാ? രക്തദാനത്തിന് അവധി പ്രഖ്യാപിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാ പിള്ളേരെ? കേരള യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ. ആർത്തവം കുസാറ്റും രക്തദാനം കേരളവും. കേരള യൂണിവേഴ്സിറ്റി. ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ചത് എവിടെയാ? ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ചതും കേരള യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ചത്. ഓക്കെ. വ്യക്തിയെ തിരിച്ചറിയുക. ജപ്പാനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വെടിയേറ്റ് മരിച്ചു. ഏറ്റവും കൂടുതൽ കാലം ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി. ഘാതകന്റെ പേര് തെത്സുയ യമഗാമി. ഡൗട്ടൊന്നും വേണ്ട. ഷിൻസോ ആബെ അല്ലേ? ഷിൻസോ ആബെയാണ് ആൻസർ. ഷിൻസോ ആബെ. നമ്മൾ ഷിൻസോ ആബെക്ക് പത്മഭൂഷണൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? ഷിൻസോ ആബെക്ക് ജാപ്പനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷിൻസോ ആബെ. ഏറ്റവും കൂടുതൽ കാലം ജാപ്പനീസ് പ്രധാനമന്ത്രി എന്ന വ്യക്തിയാണ് ഷിൻസോ ആബെ. ഷിൻസോ ആബെ. ഓക്കെ. ചോദ്യം ശ്രദ്ധിച്ച് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ ടീച്ചിങ് റോബോട്ട് ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ടീച്ചിങ് റോബോട്ട് ഏതെന്നാണ് ചോദ്യം. കമന്റ് ചെയ്യുക ഇതറിയാന്നുള്ളവര്. ഇതുകൊണ്ടാണ് ഞാൻ ചോദ്യം ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ടീച്ചിങ് റോബോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. AI ടീച്ചർ അല്ല. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ടീച്ചറാണ് ഐറിസ്. പിള്ളേരെ ഇന്ത്യയിലെ ടീച്ചിങ് റോബോട്ട് ഈഗിൾ ആണ്. ഓപ്ഷൻ ബി ഈഗിൾ ആണ് കേട്ടോ. അത് ടീച്ചിങ് റോബോട്ട് AI അല്ല, നോർമൽ റോബോട്ടാണ്. ടീച്ചിങ് റോബോട്ട് ഈഗിളും. ആദ്യത്തെ AI ടീച്ചർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ആണെങ്കിൽ അത് ഐറിസുമാണ് കേട്ടോ. മാറിപ്പോട്ട് ടീച്ചിങ് റോബോട്ട് ഈഗിള്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ഐറിസ് ആണ്. ഓക്കെ. എല്ലാ വീടുകളിലും കുടിവെള്ളം പൈപ്പിലൂടെ എത്തിച്ച ആദ്യ കേന്ദ്രമെന്ന പ്രദേശം. പിടിക്കുക. ചുമ്മാ കറക്കി വിടുക. പിള്ളേരെ ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. ഓക്കെ. എല്ലാ വീടുകളിലും കുടിവെള്ളം പൈപ്പിലൂടെ എത്തിച്ച ആദ്യ കേന്ദ്രമെന്ന പ്രദേശമാണ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. ഓക്കെ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈൽ 65 കിലോഗ്രാം ഗുസ്തിയിൽ സ്വർണം നേടിയത് ആരാണ്? 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈൽ 65 കിലോഗ്രാം ഗുസ്തിയിൽ സ്വർണം നേടിയത് ആരാണ്? ആര്? അറിയത്തില്ല. സ്കിപ്പ് ചെയ്യുക. ഒന്നും ആലോചിക്കേണ്ട. പിള്ളേരെ ആൻസർ ഓപ്ഷൻ ബജ്രംഗ് പൂനിയാണ് കേട്ടോ. ബജ്രംഗ് പൂനിയാണ് ആൻസർ കേട്ടോ. ഓക്കെ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈലിൽ 65 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ കിരീടം സ്വർണം നേടിയത് ബജ്രംഗ് പൂനിയ. പ്രഥമ അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? പിള്ളേരെ ഓപ്ഷൻ ബി ഇന്ത്യയാണ്. ഓപ്ഷൻ ബി ഇന്ത്യയാണ്. പ്രഥമ അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കള് ഇന്ത്യ.
ഹബിൾ ടെലിസ്കോപ്പിന്റെ പിൻഗാമിയായി നാസ വിക്ഷേപിച്ച ടെലിസ്കോപ്പ് ഏതാണ്? ഹബിൾ ടെലിസ്കോപ്പിന്റെ പിൻഗാമിയായി നാസ വിക്ഷേപിച്ച ടെലിസ്കോപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി ജെയിംസ് വെബ് ടെലിസ്കോപ്പ് അല്ലെ? ഓപ്ഷൻ ഡി ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. അടുത്ത 2023 ജനുവരിയിൽ ഭൂമി ഇടിഞ്ഞ് താണ ഉത്തരാഖണ്ഡിലെ നഗരം ഏതാണ്? വാർത്തയൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ജോഷിമഠ് ദുരന്തം നമ്മൾ പഠിച്ചതാണ്. ജോഷിമഠ് ദുരന്തം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതായത് 2023 ജനുവരിയിൽ ഭൂമി ഇടിഞ്ഞ് താണ ഉത്തരാഖണ്ഡിലെ നഗരമാണ് ജോഷിമഠ് അല്ലെ? ജോഷിമഠ്. ഓക്കെ, ചോദിച്ചതാ ജോഷിമഠ് പ്രീവിയസ് ചോദ്യം. ഇതിൽ പറഞ്ഞത് ഒട്ടുമിക്ക എല്ലാം പ്രീവിയസ് ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നന്നായി പഠിക്കുക നിങ്ങൾ. 2023 ഫോർമുല 1 സൗദി അറേബ്യ ഗ്രാൻഡ് പി വിജയ് ആരാണ്? 2023 ഫോർമുല 1 സൗദി അറേബ്യ ഗ്രാൻഡ് പി വിജയ് ആരാണ്? നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് അറിയാന്നുള്ള രണ്ടാൾക്കാർ, ഒന്ന് മാക്സ് വെസ്റ്റപ്പനും മറ്റൊന്ന് ലൂയിസ് ഹാമിൽട്ടനും അല്ലേ? നിങ്ങൾ ഓപ്ഷൻ വായിച്ച് താഴോട്ട് എത്താത്തതുകൊണ്ട് ആദ്യം പരിചയമുള്ള മാക്സ് വെസ്റ്റപ്പന് കരിയും കൈ കൊടുത്തു. അതല്ലേ സത്യം നടന്നത്? അതാണ് നടന്നത്, എനിക്കറിയാം. പരിചയക്കാരെങ്കിലും ഉണ്ടെന്നൊക്കെ നോക്കി പോയ കൂട്ടത്തിൽ മാക്സ് വെസ്റ്റപ്പിനെ നിങ്ങൾ കണ്ടു, നിങ്ങൾ ആ പരിചയമൊക്കെ പുതുക്കി. പക്ഷെ ഈ ചോദ്യത്തിൽ മാക്സ് വെസ്റ്റപ്പൻ മാർക്ക് തരത്തില്ല കേട്ടോ. ഇവിടെ മാർക്ക് ഇടാൻ പോണത് സെർജിയോ പെരസ് ആണ് കേട്ടോ. സെർജിയോ പെരസ് ആണ് 2023 ഫോർമുല 1 സൗദി അറേബ്യ ഗ്രാൻഡ് പി വിജയ് എന്ന് ആര് നേട്ട് കഴിഞ്ഞാല് ഇത് സെർജിയോ പെരസ് ആണ് കേട്ടോ. സെർജിയോ പെരസ്. ഓക്കെ, നിങ്ങൾ കൊള്ളാം കേട്ടോ. ഞാൻ സൈക്കോളജി ക്ലാസ്സും കൂടെ തുടങ്ങാൻ പോകുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം സൈക്കോളജി മനസ്സിലാവുന്നുണ്ട്. ഒരു ക്ലാസ് അല്ല ഇത്, എന്ത് പറയുന്നത്, മനസ്സ് വായിക്കണം. മെന്റലിസം സൈക്കോളജി അല്ല, മെന്റലിസം. 2023 ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളായി നിയമിക്കപ്പെട്ടവരിൽ ഉൾപ്പെടാത്തതാണെന്നാണ് ചോദ്യം. 2023 ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ നിയമിക്കപ്പെട്ടവരിൽ ഉൾപ്പെടാത്തതാണെന്നാണ് ചോദ്യം. ഖുഷ്ബു സുന്ദർ, മമത കുമാരി, ദലീന ഖോഗ് ദ്യൂബ്, പി.ടി. ഉഷ. ഈ ചോദ്യത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ പല ആൾക്കാർക്കും ആരാണ് അംഗമായി എന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, ഖുഷ്ബു ആയെന്ന് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും. ഖുഷ്ബു സിനിമാ നടി ആയതുകൊണ്ട് നിങ്ങൾക്ക് അംഗമായെന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഒരു കാര്യം അറിയാം, പി.ടി. ഉഷ അംഗമായില്ല, അല്ലെങ്കിൽ അംഗമായതായി എവിടെയും നിങ്ങൾ കണ്ടില്ല അല്ലേ? പി.ടി. ഉഷ വനിതാ കമ്മീഷൻ അംഗമായെന്നൊരു വാർത്ത നിങ്ങൾ ഒരിടത്തും കണ്ടില്ല. പക്ഷെ പി.ടി. ഉഷ രാജ്യസഭ അംഗമായെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ എനിക്കറിയാം ഇതില് ഞാൻ കണ്ട മെന്റലിസം കണ്ട ഇതിൽ കുറെ ആൾക്കാർ ആ രീതിയിലാണ് എന്ത് ചെയ്തത്, ഉത്തരം എഴുതിയത്. ഓക്കെ, എടാ അതാണ് വേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഉത്തരം അറിഞ്ഞുകൂടാ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ 2023 ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കും. അയ്യോ, ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ ആരൊക്കെയെന്ന് നോക്കിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വോട്ട് വിടുന്നതിന് മുമ്പ് ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലായ? ഓപ്ഷനിൽ ഉത്തരം ഉണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിൽ എഴുതുക. അടുത്ത്, ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ക്രൂയിസ് കപ്പൽ ഏത്? ക്രൂയിസ് കപ്പൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ. ക്രൂയിസ് കപ്പൽ ക്രൂയിസ് കപ്പൽ ഗംഗാ വിലാസ് ആണ്. ഗംഗാ വിലാസ് ആണ് ക്രൂയിസ് കപ്പൽ. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ക്രൂയിസ് കപ്പലാണ് ഗംഗാ വിലാസ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഓട്ടോ ഡ്രൈവർമാരെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി നടത്തുന്ന പദ്ധതി ഏതാണ്? വളരെ സുന്ദരി ഓട്ടോ കേട്ടാ, സുന്ദരി ഓട്ടോ. ഓട്ടോയും സുന്ദരി ഓട്ടോയൊക്കെ നമ്മൾ ഏകദേശം ബന്ധമുള്ള ഓട്ടോ സിനിമയിലെ മോഹൻലാലിന്റെ ഓട്ടോയുടെ പേരാണ് സുന്ദരി അല്ലേ? ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, സുന്ദരി ഒന്നൊരുങ്ങി വാന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സുന്ദരി ഓട്ടോ ആണ് പിള്ളേരെ, സുന്ദരി ഓട്ടോ. ഓക്കെ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതാണ്? നാസയുടെ ചാന്ദ്ര ദൗത്യമാണ് ആർട്ടമിസ്. നാസയുടെ ചാന്ദ്ര ദൗത്യമാണ് ആർട്ടമിസ്. ആർട്ടമിസ് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആഫ്രോ അമേരിക്കൻ വംശജനാണ് വിക്ടർ ഗ്ലോവർ. ആർട്ടമിസ് ദൗത്യത്തിലെ ഏക വനിതാംഗമാണ് ക്രിസ്റ്റീന കോച്ച്. ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് പോയി വന്ന വനിത എന്ന റെക്കോർഡിന് ഉടമയാണ് ക്രിസ്റ്റീന കോച്ച്. ഏതാ പിള്ളേരെ ആൻസർ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം ശരിയാണ് കേട്ടോ. അതായത്
ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാസയുടെ ചാന്ദ്ര ദൗത്യമാണ് ആർട്ടമിസ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് പഠിച്ചിരിക്കുക. ആർട്ടമിസ് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആഫ്രോ അമേരിക്കൻ വംശജനാണ് വിക്ടർ ഗ്ലോവർ. അതുപോലെ ആർട്ടമിസ് ദൗത്യത്തിലെ ഏക വനിതാംഗമാണ് ക്രിസ്റ്റീന കോച്ച്. ഏറ്റവും കൂടുതൽ തവണ ബഹിരാകാശത്ത് പോയി വന്ന വനിത എന്ന റെക്കോർഡ് ഉടമയാണ് ക്രിസ്റ്റീന കോച്ച് കേട്ടാ. അത് ഇത്ര ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. നമ്മുടെ സുനിത വില്യംസ് ബഹിരാകാശത്ത് സ്റ്റക്കായവരെന്ന് അറിഞ്ഞായിരുന്നോ? തിരിച്ചുകൊണ്ടുവരുന്ന നടപടികൾ എന്തിനായിരുന്നു? ഞാൻ ഇന്നലെയും മെനിഞ്ഞാന്നും വേണ്ട വാർത്ത വായിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ശരി, ഇത്രയും പെട്ടെന്ന് തിരിച്ചെത്തട്ടെ. 2023 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം. 2023 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം. ഭൗമദിനം ഏപ്രിൽ 22 ഏപ്രിൽ ഭൗമദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നാണ് കേട്ടോ. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നാണ്. 2023 ലോക ഭൗമദിനത്തിന്റെ പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നാണ്. ഭൗമദിനം ഏപ്രിൽ 22 പിള്ളേരെ 2024 ഭൗമദിനത്തിന്റെ പ്രമേയം അറിയോ? 2024 2024 പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നാണ് കേട്ടോ. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നാണ് 2024 ഭൗമദിനത്തിന്റെ പ്രമേയം. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നാണ് കേട്ടോ. ഓക്കെ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ കടുവ സെൻസസ് പ്രകാരം കടുവ സംരക്ഷണത്തിൽ 1ാം സ്ഥാനത്തുള്ള ടൈഗർ റിസർവ് പെരിയാറാണ്. 2022 കടുവ സെൻസസ് റിപ്പോർട്ട് പ്രധാനമന്ത്രി മോദി മൈസൂരിൽ വെച്ച് പുറത്തിറക്കി. ഇന്ത്യയിലെ ആകെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം 63. 2022 കണക്ക് പ്രകാരം രാജ്യത്തെ കടുവകളുടെ എണ്ണം 3167. ഏതൊരു ആൻസർ? എടാ, ഒന്നും നോക്കണ്ട, ഓപ്ഷൻ സി. കാരണം നമ്മുടെ രാജ്യത്ത് 63 ടൈഗർ റിസർവുകൾ ഇല്ല. നമ്മുടെ രാജ്യത്തെ ടൈഗർ റിസർവുകളുടെ എണ്ണം 55 ആണല്ലേ? 55. 55 ഏതെന്ന് ഓർമ്മയുണ്ടോ? രാജസ്ഥാനിലെ ഏതാ? വീരാങ്കന ദുർഗാവതി മധ്യപ്രദേശ് 54. ഞാനൊരു 55 55 വരെ നിങ്ങളെ പഠിപ്പിച്ചതാണ്. വീരാങ്കന ദുർഗാവതി മധ്യപ്രദേശ് 54. ധോൽപൂർ കരൗലിയാണ്. ധോൽപൂർ കരൗലി രാജസ്ഥാനാണ് 55 കേട്ടാ. ധോൽപൂർ കരൗലി രാജസ്ഥാനാണ് 55. 54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 ഏതാ പിള്ളേർ? 54 നിങ്ങൾ പറഞ്ഞ വീരാങ്കന ദുർഗാവതി മധ്യപ്രദേശ്. 55 ധോൽപൂർ കരൗലിയാണ് കേട്ടോ. ധോൽപൂർ കരൗലിയാണ് രാജസ്ഥാൻ. ഓക്കെ, മറക്കല്ലേ. ഇനി ഞങ്ങളുടെ 10 മലയാളമാണ്, പെട്ടെന്ന് പോവും. ശരിയായ വാക്യം കണ്ടെത്തിക്കോ. വായിച്ച് സാവധാനത്തിൽ വായിച്ച് കണ്ടെത്തിട്ട് കമന്റ് ചെയ്താൽ മതി. പ്രീവിയസ് ആണ്. ആബാലവൃദ്ധം ജനങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ഈ ആബാലവൃദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുഴുവൻ ജനങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ? ബാലന്മാർ മുതൽ വൃദ്ധന്മാർ മുതൽ, അത് ആബാലവൃദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പിന്നെ വേറെ ഇങ്ങനെ എടുത്ത് ഗ്രാമവാസികളും ആബാലവൃദ്ധം ജനങ്ങളും എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആബാലവൃദ്ധം ജനങ്ങളും ഗ്രാമവാസികൾ എന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ആബാലവൃദ്ധം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ കുട്ടികളെ? മുഴുവൻ ജനങ്ങളെന്നാണ്. അവിടെ പിന്നെ നമുക്ക് വീണ്ടും ഒരു എടുത്തു പറച്ചിലിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ. ശരിയായത് ഏത്? അതിൽ ശരിയായ വാക്ക് കണ്ടുപിടിച്ച് കമന്റ് ചെയ്തേ. അപ്പോൾ ഓപ്ഷൻ ബി അണ്ടകടാഹമാണല്ലേ? അണ്ടകടാഹം. എല്ലാ അണ്ടകടാഹത്തിന്റെ വായി ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അടുത്ത വിപരീത പദം എഴുതുക. ശീഘ്രത്തിന്റെ വിപരീതം. ശീഘ്രത്തിന്റെ വിപരീതം മന്ദമാണ്. ശീഘ്രത്തിന്റെ വിപരീതം. അടുത്ത അർത്ഥം എഴുതുക. വിസ്മൃതി എന്ന് വെച്ചാൽ മറവിയാണ് അല്ലേ? വിസ്മൃതി എന്ന് വെച്ചാൽ മറവിയാണ്. വിസ്മൃതി എന്ന് വെച്ചാൽ മറവിയാണ് കേട്ടോ. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മയും, വിസ്മൃതി എന്ന് വെച്ചാൽ മറവിയാണ് കേട്ടോ. മേക്ക് ഹൈ വൈൽ സൺ ഷൈൻസ്. മേക്ക് ഹൈ വൈൽ ദ സൺ ഷൈൻസ്. ഉത്തരം കമന്റ് ചെയ്തേ. 75. തക്ക സമയത്ത് പ്രവർത്തിക്കണം അല്ലേ? നമ്മൾക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ പ്രവർത്തിക്കണം. ഇത് നിങ്ങളും
മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ മുന്നിൽ അവസരമുണ്ട്, അവസരത്തിൽ നിങ്ങൾ പ്രയോഗിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം LDC, കുറെ ആൾക്കാർക്ക് LGS, പിന്നെ എല്ലാവർക്കും സെക്രട്ടേറിയറ്റ് OA, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് അവസരങ്ങളുള്ള സമയത്ത് യൂസ് ചെയ്യുക. ചിറക് എന്ന പദത്തിന്റെ പര്യായ പദം ഏത്? ചിറക്, ചിറക്. ഓപ്ഷൻ ബി പത്രമാണ്. ഇലയ്ക്കും പത്രമുണ്ട് കേട്ടോ. ഇലയ്ക്കും പത്രം വരെ, ഇലയ്ക്കും പര്യായമായി പത്രം വരും, ചിറകിനും പര്യായമായി പത്രം വരും കേട്ടോ. മഹത്വം എന്ന പദം പിരിച്ചെഴുതുക. മഹത്വം എന്ന പദം പിരിച്ചെഴുതുക. 77. പിരിക്ക്. മഹത്വത്തെ പിരിച്ചേ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. മഹത് പ്ലസ് ത്വമാണ് ഈ പറയുന്ന. ഓപ്ഷൻ ബി ആണ്. മഹത് പ്ലസ് ത്വമാണ് മഹത്വം. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ. ചോദ്യ ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേരെന്താണ്? ചോദ്യ ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേരാണ് പിള്ളേരെ കാകു. എന്താണ്? കാകു. കാകു എന്ന് പറയും കേട്ടോ. കാകു കേട്ടാ. കാകു. ഓക്കെ, ചോദ്യ ചിഹ്നം കാകു. ഏകവചന രൂപം ഏത്? ഏകവചന രൂപം. ഏകവചന രൂപം ഓപ്ഷൻ സി നീയാണ്. ഓപ്ഷൻ സി നീയാണ് ഇതിലുള്ള ഏകവചന രൂപം അല്ലേ? ഓപ്ഷൻ സി നീയാണ്. ആർഷം എന്ന ഒറ്റ പദത്തിന് അനുയോജ്യമായ അർത്ഥം ആണ് ചോദ്യം. ആർഷം. ആർഷം ഋഷിയെ സംബന്ധിച്ചത് അല്ലെ? ഋഷിയെ സംബന്ധിച്ചതാണ് ആർഷം. ഋഷിയെ സംബന്ധിച്ചതാണ് ആർഷം. ഓക്കെ, അടുത്ത ഇംഗ്ലീഷ് ആണ്. 10 ക്വസ്റ്റ്യൻ. ഐ ബോട്ട് എ ബുക്ക് ഈസ് ദ ആക്റ്റീവ് ഫോം ഓഫ്. ഐ ബോട്ട് എ ബുക്ക് ഈസ് ദ ആക്റ്റീവ് ഫോം ഓഫ്. ശ്രദ്ധിച്ച് ചെയ്യും. ഓപ്ഷൻ ഡി ആണ്. എ ബുക്ക് വാസ് ബോട്ട് ബൈ മീ. കേട്ടാ, ഐ ബോട്ട് എ ബുക്ക്. അത് എന്തിന്റെ ആക്റ്റീവ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാല് എ ബുക്ക് വാസ് ബോട്ട് ബൈ മീ. ക്ലിയർ ആണല്ലോ? ആക്റ്റീവ് പാസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, ദിസ് ഈസ് ഹോളി ഷ്രൈൻ ആൻഡ് നോട്ട് പ്ലേസ് ഫോർ എവരി ടോം ഡിക് ആൻഡ് ഡാഷ്. ഇതൊരു പ്രൈസ് ആണ് കേട്ടോ. ഏത് വരും? ടോം ഡിക് ആൻഡ് ഹാരി ആണല്ലേ? ടോം ഡിക് ആൻഡ് ഹാരി ആണ്. നമ്മൾ എവരി വൺ, അതായത് എല്ലാവരും എന്നർത്ഥം വരുന്ന ഒരു പ്രൈസ് ആണ് ടോം ഡിക് ആൻഡ് ഹാരി. ടോം ഡിക് ആൻഡ് ഹാരി ആണ്. ഓക്കെ, അത് ഓർത്തിരുന്നോണം. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ടോം ഡിക് ആൻഡ് ഹാരി. അടുത്ത്, ഹി വാക്സ് ഡാഷ് ഹി ഈസ് ഡ്രങ്ക്. ഹി വാക്സ് ഡാഷ് ഹി ഈസ് ഡ്രങ്ക്. ഓപ്ഷൻ ബി ആസ് ദോ ഹീസ് ഡ്രങ്ക്. ആസ് ദോ ഹീസ് ഡ്രങ്ക്. ഓക്കെ, അടുത്ത്, in which part of the sentence is the mistake? ഒന്ന് വായിച്ചു നോക്കിയേ. Clemency petition was sent to the president as a last resort എന്നാണ് വന്നിരിക്കുന്നത്. അതിൽ ഏത് പാർട്ടിലാണ് തെറ്റെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. A clemency petition was sent to the president as a last resort. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ചുമ്മാ കറക്കി വിടുന്നതാണ് പിള്ളേരെ. ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ കമന്റ് ചെയ്തതിൽ. ഓപ്ഷൻ ഡി ആസ് എ ലാസ്റ്റ് റിട്ടോർട്ട് എന്നതാണ് തെറ്റ്. അവിടെ വരേണ്ടത് ആസ് എ ലാസ്റ്റ് ദ ലാസ്റ്റ് അല്ല, റിസോർട്ട് എന്നാണ് വരേണ്ടത്. അവസാനമായി, ഒടുവിലായി എന്നർത്ഥം വരുന്ന ആസ് എ ലാസ്റ്റ് റിസോർട്ട്. കേട്ടാ, ആസ് എ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയേണ്ടത് അവിടെ സ്പെല്ലിംഗ് തിരിച്ചു കൊടുത്തിരിക്കുന്നു. അതാണ് ആ സെന്റൻസിലെ മിസ്റ്റേക്ക്. ആസ് എ ലാസ്റ്റ് റിസോർട്ട് എന്നാണ് വരേണ്ടത് കേട്ടോ. ആസ് എ അതൊരു രീതിയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ അവസാനമായി ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഉദ്ദേശിക്കുന്ന ഒരു രീതി, ഒരു ശൈലി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആസ് എ ലാസ്റ്റ് റിസോർട്ട്. ഓക്കെ, അത് ഓർത്തിരിക്കുക. നമ്മൾ മോളിൽ പറഞ്ഞ പോലെ തന്നെ ടോം ഡിക് ആൻഡ് ഹാരി എന്ന് പറയും പോലെ ആസ് എ ലാസ്റ്റ് റിസോർട്ട്, അതും ഓർത്തിരിക്കുക കേട്ടോ. ശരി, അടുത്ത്, ചൂസ് ദ ആന്റണിയം ഓഫ് മോഡസ്റ്റി. ആന്റണിയം ഓഫ് മോഡസ്റ്റി ഏതാണ്? അരഗൻസ് ആണ്. ഇതൊക്കെ ഒരുപാട് തവണ ബി എസ് ചോദിച്ചതാ. മോഡസ്റ്റി, അരഗൻസ്. അടുത്ത്, ഐ ആം പെയിൽ. ഐ ആം പെയിൽ ഏത് വരും? ഐ ആം പെയിൽ. ഓപ്ഷൻ സി ആറിന്റെ ഐ വരും അല്ലേ? ആറിന്റെ ഐ വരും. ഓപ്ഷൻ സി ആറിന്റെ ഐ വരും. ഓക്കെ,
ഐ ആം പെയിൽ ഓപ്ഷൻ സി ആറിന്റെ വരും. ഹി വാസ് ക്വയർഡ് ഡാഷ് കോൾഡ്. ചുമ്മാ കറക്കല്ലേ. ഫ്രം ആണോ വരുന്നേ? പിള്ളേര് എ വരുന്നേ. ഓഫ് ആണ് കേട്ടോ. ഓഫ്. ഓക്കെ. പ്രൊപ്പോസൽ നിങ്ങൾ പഠിപ്പിച്ചല്ലേ ടീച്ചർ? പ്രൊപ്പോസിഷൻ കുട്ടികൾ തെറ്റിച്ചിരിക്കുകയാണ് കേട്ടോ. ഓഫ് തെറ്റിച്ചിരിക്കുകയാണ്. ആ, നാളെ കയറുമ്പോൾ കൊടുക്കുക. പ്രൊപ്പോസൽ. ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഈസ്. ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഈസ്. അക്സസറീസിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അക്സസറീസിന്റെ സ്പെല്ലിംഗ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ അക്സസറീസിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അല്ലേ? ഓക്കെ. അടുത്ത, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇ എൻ നോട്ട് യൂസ്ഡ് ആസ് എ പ്രിഫിക്സ്? ഇ എൻ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാത്ത ഏതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ഡി എൻവേ ആണ്. ആൻസർ വരുന്നത്. 90. രാജുസ് ഫാദർ ഈസ് ഇൻ അമേരിക്ക. ഹി ഈസ് ഡാഷ് ഹിസ് ഫാദേഴ്സ് അറൈവൽ നെക്സ്റ്റ് വീക്ക്. Raj's father is in America. He is dash his father's arrival next week. Option A, looking forward to. എന്താ പറയുക? ലുക്കിംഗ് ഫോർവേഡ് ടു ആണ് ആൻസർ വരുന്നത്. ലുക്കിംഗ് ഫോർവേഡ്, നോക്കിയിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ലുക്കിംഗ് ഫോർവേഡ് ടു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ 50 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 50 ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ മാർക്ക് കമന്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ മാർക്ക് ഞാൻ പറയുന്ന രീതിയിൽ കമന്റ് ചെയ്യണം. 50. ഞാൻ പറയണ പോലെ എല്ലാവരും ഇന്നലെ 20 മുകളിൽ കമന്റ് ചെയ്ത് പറയുന്നുമ്പോ നീയൊക്കെ പോയി ലെഫ്റ്റ് ആയി പോയി ഓടിയെല്ലാം കൂടെ. ശരി, 45+ ഉള്ളവരൊന്ന് കമന്റ് ചെയ്തേ. 45+. 50 45+. ആർക്കൂല്ലേടാ? തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇത്തിരി കയറിയാ വന്നത്. മലയാളം ഇംഗ്ലീഷ് എളുപ്പമുണ്ടായിരുന്നു. 40+. 40+. ഓക്കെ, 40+ ഉണ്ട്. 44 ഉണ്ട്. 43.66, 40.66, 42.66, 42.33, 40. ഓക്കെ, 40 ഒക്കെ ഉണ്ട്. ഇത്രയും പേരൊക്കെ 40+ ഉള്ളൂ. എടാ 35+ ഒന്ന് അടിച്ചേ. 35+ ഉണ്ട്.